ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വോട്ടൊക്കെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഏപ്രിൽ മാസം 26 അപ്പോൾ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ, ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സിനിമകൾ മാത്രമല്ല, സീരീസുകളുണ്ട്. ഇന്നൊരു സർപ്രൈസ് റിലീസും ഉണ്ട്. അതുകൂടാതെ ഒരു തമിഴ് സിനിമയുടെ ഏറ്റവും പുതിയൊരു റിലീസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആദ്യം തന്നെ എന്താ പറയുക, ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് ഏതാണെന്ന് നോക്കാം. നമ്മുടെ ഐശ്വര്യ രാജേഷ്, GV പ്രകാശ് കുമാർ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡിയർ എന്ന് പറഞ്ഞ സിനിമയാണ്. ഏപ്രിൽ മാസം 28 തമിഴ് ഭാഷയിൽ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും നാളെ രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ദിലീപാടിൻ്റെ പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ കണ്ടു, റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. നല്ല രീതിയിലൊക്കെ എടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ ഒരു ഒപ്പീനിയനാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മൊത്തം 10 റിലീസുകളാണ് ഇന്ന് ഉണ്ടായിരുന്നത്. സിനിമകളും സീരീസുകളും അടക്കം 10 റിലീസുകളാണ് ഇന്ന് ഏപ്രിൽ മാസം 26 ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ ഒരു ഗുജറാത്തി മൂവിയാണ്. വഷ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത് നല്ല കളക്ഷൻ നേടി നല്ലൊരു ഹിറ്റായി മാറിയ അജയ് ദേവ്ഗനും മാധവും അതുപോലെ തന്നെ ജ്യോതിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ഷെയ്ത്ത എന്ന് പറഞ്ഞ സിനിമ ഈ വഷ് എന്ന് പറഞ്ഞ സിനിമയുടെ റീമേക്ക് ആയിരുന്നു. അപ്പോൾ വഷ് ഗുജറാത്തി മൂവിയാണ്. അപ്പോൾ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ ഷെമാരോമി OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഗുജറാത്തി ഭാഷയിൽ മാത്രമായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു സർപ്രൈസ് റിലീസായിരുന്നു ഇന്ന്. ഇന്ന് ആമസോൺ പ്രൈം വഴി ഒരു സർപ്രൈസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഹിന്ദി മൂവിയാണ്. യോദ്ധ എന്നാണ് സിനിമയുടെ വരുന്നത്. ഹിന്ദി ആക്ഷൻ മൂവിയാണ്. തിയേറ്ററിൽ നല്ല പ്രേക്ഷക പ്രതികരണം നേടിയിരുന്നുവെങ്കിലും പരാജയമായിരുന്നു ഈ ഒരു സിനിമ. ആമസോൺ പ്രൈമിൽ റെന്റ് ഓപ്ഷനിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു തമിഴ് സിനിമയാണ്. ഇടി മിന്നൽ കാതൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് നായാട്ട് എന്ന മലയാള സിനിമയുടെ തെലുങ്ക് റീമേക്കാണ്. ചുണ്ടൂരു പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ആഹാ തെലുങ്ക് വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത കുങ്ഫു പാണ്ട 4 എന്ന് പറഞ്ഞൊരു ആനിമേഷൻ ആക്ഷൻ കോമഡി വിഭാഗത്തിൽ വരുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് ബൈ ഷോസ് വഴി ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് വിജയ് ദേവരകൊണ്ട പ്രധാന വേഷം കൈകാര്യം ചെയ്ത ദ ഫാമിലി മാൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ദ ഫാമിലി സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമയാണ്. വിജയ് ദേവരകൊണ്ടയെ കൂടാതെ മൃണാൽ താക്കൂറാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു കോമഡി റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ഈ ഒരു സിനിമ. തെലുങ്ക്, തമിഴ് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അടുത്തതും ഒരു ഹിന്ദി മൂവിയാണ്. ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. വിദ്യുത് ജമാലൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ക്രാക്ക് ജീത്തേങ്ക തോ ജിയേങ്ക എന്ന് പറഞ്ഞ സിനിമ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. അമീർ ഖാൻ നിർമ്മിച്ച സിനിമയായിരുന്നു ലപ്പറ്റ ലേഡീസ് എന്ന സിനിമ. ലാപ്പറ്റ ലേഡീസ്. ഓക്കെ, നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു കോമഡി ത്രില്ലർ, ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ടില്ലു സ്ക്വയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഈ സിനിമ അനുഭവ പരമേശ്വരൻ, അതുപോലെ സിദ്ധു ഒക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു കൊറിയൻ സീരീസാണ്. ഗുഡ് ബൈ എർത്ത് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. കൊറിയൻ ഭാഷ കൂടാതെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം 12ഓളം എപ്പിസോഡുകളാണ് ഉള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നോക്കട്ടെ, കാണാൻ ശ്രമിക്കുന്നുണ്ട്. തമിഴ് ഡബ്ല്യൂ വേർഷൻ വരുമോ നോക്കാം, അല്ലെങ്കിൽ മലയാള സബ് എന്തെങ്കിലും വരുമോ നോക്കാം. അങ്ങനെയാണ് കണ്ടിട്ട് നിങ്ങൾക്ക് മുന്നിൽ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഈ ലിസ്റ്റിലുള്ള ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നത്, കണ്ട സിനിമകളുടെയൊക്കെ അഭിപ്രായങ്ങൾ, കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.